ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനശ്വരമായ സമാധാനത്തിന്റെ ഉറവിടമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കലും നശിക്കാത്ത സന്തോഷം തരുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ, നമ്മുടെ രോഗക്കിടക്കുകളിൽ ഈ സമയം ദിവ്യകാരുണ്യേശോയെ നമുക്ക് ചേർന്ന് ആരാധിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തെ ഏറ്റുപറഞ്ഞ് വലിയ വിശ്വാസത്തോടുകൂടി ലോകമെങ്ങും ഈ സമയം കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെ വസിക്കാൻ തിരുമനസ്സാവുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഞങ്ങൾക്ക് സ്വയം നൽകുന്ന സ്നേഹത്തെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഓ ദൈവമേ, കൂടെ വസിക്കുന്ന സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ തിരുവോസ്തിയിൽ നിന്ന് കരുണയോടെ ഞങ്ങളുടെ ലോകത്തെ അങ്ങ് നോക്കണമേ. ഞങ്ങളുടെ വേദനകൾ കാണണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലെ പ്രതികൂലാവസ്ഥകൾ കാണണമേ. കർത്താവേ, ഈ കോവിഡ് മഹാമാരി മൂലം ക്ലേശിക്കുന്ന, ജോലി നഷ്ടമായ, പലവിധ വേദനകളിൽ കഴിയുന്ന കർത്താവ് എല്ലാവരെയും അവിടുന്ന് ഈ നിമിഷം കരുണയോടെ നോക്കണമേ, ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ സ്വർഗീയ സംരക്ഷണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഓ കർത്താവേ, കരങ്ങൾ ഉയർത്തി അങ്ങ് തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും മേൽ സ്വർഗം തുറന്ന് അങ്ങയുടെ കൃപ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ ആത്മാവിന്റെ വരദാനങ്ങൾ ഇറങ്ങി വരട്ടെ. ആരാധന ദൈവമേ, ആരാധന. ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടും യേശുവേ, പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യ വാക്കുകളിൽ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ഇറങ്ങി വന്ന് മോശയ്ക്ക്
സ്വയം വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള മനോഹരമായ വിവരണമുണ്ട്. കൺമുമ്പിൽ മലയുടെ ചെരുവിൽ മുൾപ്പടർപ്പ് കത്തി എരിയുകയും അതേസമയം അത് ചാമ്പലാകാതിരിക്കുകയും ചെയ്യുന്ന ആശ്ചര്യദൃശ്യം കണ്ട് മോശ ഇങ്ങനെ പറയുന്നതാണ് പുറപ്പാട് പുസ്തകം 3:2 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മഹാശ്ചര്യം ഞാനൊന്ന് അടുത്തു ചെന്ന് കാണട്ടെ, ഇത് ആശ്ചര്യമായിരിക്കുന്നു. മുൾപ്പടർപ്പ് ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്, മുള്ളും മുൾച്ചെടികളും ഭൂമിയുടെയോ മനുഷ്യജീവിതത്തിൻ്റെയോ ഭാഗമാവുന്നത് വേദപുസ്തകം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ ആദ്യ പാപത്തിന് ശേഷമാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ നിരസിച്ചതിൻ്റെ ഒരു സ്നേഹനിരാസത്തിൻ്റെ അടയാളമായിട്ടാണ് മുൾപ്പടർപ്പും മുൾച്ചെടികളും ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അന്നു മുതൽ ഈ മുള്ള് വേദനയുടെയും മുൾപ്പടർപ്പ് പരാജയത്തിൻ്റെയും കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് മനുഷ്യ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഒരു മുൾപ്പടർപ്പിനും മുൾച്ചെടിക്കും മനുഷ്യനെ ആകർഷിക്കാനോ ആശ്ചര്യത്തിൻ്റെ വിഷയമായിട്ട് മാറാനോ പറ്റിയിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഒരു മുൾപ്പടർപ്പിനെ കുറിച്ചാണ് മോശ പറയുന്നത്, ഇത് ആശ്ചര്യമായിരിക്കുന്നു, ഇത് അത്ഭുതമായിരിക്കുന്നു, ഞാൻ അടുത്ത് ചെന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എപ്പോഴാണ് അത്ഭുതമായത്, ആശ്ചര്യത്തിൻ്റെ വിഷയമായത്? ദൈവത്തിൻ്റെ അഗ്നി അതിൻ്റെ മേൽ ഇറങ്ങി വന്ന നിമിഷമാണ് മുൾപ്പടർപ്പ് ആശ്ചര്യത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വിഷയമായിട്ട് മാറിയത്. അതൊരടയാളമായിരുന്നു മുൾപ്പടർപ്പിൻ്റെ മേലുള്ള ദൈവ സാന്നിധ്യം. സ്വർഗത്തിൻ്റെ അഗ്നി അതിൻ്റെ മേൽ ഇറങ്ങി വന്നത് ഒരടയാളമായിരുന്നു. മുൾപ്പടർപ്പ് കണക്കെ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ കൺമുമ്പിലാണ് ഈ അത്ഭുതം നടക്കുന്നത്. ആരാണ് ഹോറബ് മലയുടെ ചെരുവിലെത്തി ഈ മഹാശ്ചര്യം കാണുന്ന മോശയപ്പോൾ? അയാൾ ഫറവോയുടെ കൊട്ടാരത്തിലെ വളർത്തുമകനാണ്. ഈജിപ്തിലെ കൊട്ടാരത്തിൻ്റെ രാജകീയ സുഖസൗകര്യങ്ങളെക്കാൾ തൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നത് കൂടുതൽ വിലയുള്ളതായി കരുതിയെന്ന ഹെബ്രായ ലേഖകന്റെ ഭാഷയിൽ സ്വജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാനുള്ള അയാളുടെ ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ ഒരു പരദേശിയെ പോലെ കൊട്ടാരത്തിൻ്റെ സുഖസൗകര്യങ്ങൾ മറന്ന് മുറിവേറ്റ മനുഷ്യനായി വേദനിക്കുന്നവനായി മരുഭൂമിയിൽ ആടുമേയിച്ച് കഴിയുന്ന അലച്ചിലിൻ്റെ വർത്തമാനകാലത്തിലേക്ക് വന്നത്. അപ്പോൾ മുൾപ്പടർപ്പ് കണക്കെ മുറിവിൻ്റെയും സങ്കടത്തിൻ്റെയും പരാജയത്തിൻ്റെയും പലായനത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ മുമ്പിലേക്കാണ് ദൈവം ഒരു മഹാത്ഭുതമായിട്ട് കത്തുന്ന മുൾപ്പടർപ്പിൽ ഇറങ്ങി വരുന്നത്. അത് മോശയുടെ ജീവിതത്തിൽ മുൾപ്പടർപ്പ് കണക്കെ ആകർഷകത്വമൊന്നുമില്ലാത്ത, നാവിൻ്റെ മേലുള്ള കെട്ടുപോലും അഴിക്കാൻ പറ്റാത്ത വിധം നിസ്സഹായനായി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മേൽ സ്വർഗത്തിൻ്റെ അഭിഷേകം ജ്വലിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം കത്തിജ്വലിക്കാൻ ഈ മുൾപ്പടർപ്പിനെ തിരഞ്ഞെടുക്കുന്നത്. മുൾപ്പടർപ്പ് പോലത്തെ മനുഷ്യർ ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളും ഇതുപോലെ മുൾപ്പടർപ്പ് കണക്കുള്ള ജീവിതങ്ങളാണ്. ഏറെയും കഷ്ടപ്പാടും കണ്ണുനീരിൻ്റെ അനുഭവവും രോഗത്തിൻ്റെ വേദനകളും പരാജയത്തിൻ്റെ ഇന്നലകളും എല്ലാം നിറഞ്ഞ് മുൾപ്പടർപ്പ് പോലെ നിൽക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് ആകർഷകത്വത്തിൻ്റെയോ അത്ഭുതത്തിൻ്റെയോ വിഷയമായി മാറാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ ഹോറബിലെ മുൾപ്പടർപ്പിനെ ആകർഷകമാക്കി മാറ്റിയ ദൈവത്തിൻ്റെ അഗ്നി ജ്വലിക്കുന്ന നിമിഷമാണ് നമ്മുടെ ജീവിതവും ആശ്ചര്യത്തിൻ്റെയോ അത്ഭുതത്തിൻ്റെയോ ജീവിതമായിട്ട് മാറുന്നത്, സ്നേഹയോഗ്യമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ! ഈ നിമിഷം ഈ സ്വർഗത്തിൻ്റെ അഗ്നിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം മുൾപ്പടർപ്പ് കണക്കുള്ള കഷ്ടതയുടെയോ പരാജയത്തിൻ്റെയോ കണ്ണുനീരിൻ്റെയോ മനുഷ്യനാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സ്വർഗത്തിൻ്റെ അഗ്നിക്ക് നിങ്ങളെ ഒരു ആശ്ചര്യ വിഷയമായിട്ട് മാറാൻ, നിങ്ങളുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി മാറ്റാനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ! അതാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ സെഹിയോനൂട്ടുശാലയിൽ മുൾപ്പടർപ്പ് കണക്കെ കുറച്ച് മനുഷ്യർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കടങ്ങളുടെ മനുഷ്യർ, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യർ, വേട്ടയാടപ്പെടുന്ന മനുഷ്യർ, അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ ഇതേ ഹോറബിന്റെ മലഞ്ചെരുവിൽ നടന്ന മഹാത്ഭുതം അവരുടെ മേൽ സംഭവിക്കുന്നു. സ്വർഗത്തിന്റെ അഗ്നി തീനാവുകളായിട്ട് ഇറങ്ങി വരുന്നു. ഈ മുൾപ്പടർപ്പ് കണക്കുള്ള മനുഷ്യരെ നോക്കിയിട്ടാണ് പിന്നെ യഹൂദന്മാർ പറഞ്ഞത്, ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച 11 പേർ. ലോകത്തെ കീഴ്മേൽ മറിക്കുന്നത്, അത്ഭുതത്തിന്റെ വിഷയമായിട്ട് മനുഷ്യർ മാറുന്നത്, സ്നേഹയോഗ്യരായിട്ട് മാറുന്നത് ഇതേ ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ അഗ്നി നമ്മളിൽ ജ്വലിക്കുന്ന നിമിഷമാണ്.
ഈ നിമിഷം നമുക്ക് കർത്താവിൻ്റെ കവക്കലേക്ക് കരങ്ങൾ ഉയർത്തി ആ സ്വർഗത്തിൻ്റെ അഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവചനം 10:17 നമ്മൾ വായിക്കും, ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ജ്വലിക്കും. ആമേൻ. ഈ സമയം ഉൾപ്പടർപ്പ് കണക്കെ കണ്ണുനീരിൻ്റെ, കഷ്ടതയുടെ, വേദനയുടെ, പരാജയത്തിൻ്റെ ഒരു വർത്തമാനകാലത്ത് നിൽക്കുന്ന സകലരുടെയും മേൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഒരു അഗ്നിയായിട്ടും അവൻ്റെ പ്രകാശം ഒരു ജ്വാലയായിട്ടും ജ്വലിക്കട്ടെ. രോഗാവസ്ഥകളുടെ മേൽ, പരാജയങ്ങളുടെ മേൽ ദൈവം ജ്വലിക്കുന്ന നിമിഷം, ബലഹീനതകളുടെ മേൽ, കുറവുകളുടെ മേൽ, പാപബന്ധനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്ന നിമിഷം നമ്മളും ഇതേ ആശ്ചര്യത്തിൻ്റെ ചിഹ്നമായിട്ട് മാറും. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനമാണ്, ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സഹായകനെ നൽകുമെന്നുള്ള വാഗ്ദാനം. പാരക്ലേത്തോസ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ സഹായകന് സുവിശേഷകൻ കൊടുത്തിരിക്കുന്ന അഭിധാനം. യേശു പറഞ്ഞ സഹായകന് ഗ്രീക്ക് ഭാഷയിൽ പാരക്ലേത്തോസ് എന്നാണ് പറയുന്നത്. ഗ്രീക്ക് റോമൻ കോടതികളിൽ പ്രതിഭാഗം ചേർത്തിരിക്കുന്ന കുറ്റാരോപിതന് വേണ്ടി വാദിക്കാനെത്തുന്ന ആളുടെ പേരാണ് പാരക്ലേത്തോസ്. സാധാരണയായിട്ട് അയാളുടെ ഏറ്റവും പ്രാണസ്നേഹിതനാണ് കോടതി മുറിയിൽ ഈ കുറ്റാരോപിതന് വേണ്ടി വക്കാലത്ത് പറയാൻ എത്തുന്നത്. അപ്പോൾ പാരക്ലേത്തോസ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം വക്കാലത്ത് പറയുന്നവൻ, മറ്റൊരാൾക്ക് വേണ്ടി, സ്നേഹിതന് വേണ്ടി സംസാരിക്കുന്നവൻ എന്നാണ്. കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് പാരക്ലേത്തോസ് എന്ന് പറഞ്ഞാണ്. പ്രാണസ്നേഹിതനാണ്, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ആത്മസ്നേഹിതനാണ്, ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ്, വഴിയറിയാതെ നിൽക്കുന്ന സമയത്ത് നമ്മളെ ശക്തിപ്പെടുത്തുന്നവനാണ്, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രാണസ്നേഹിതനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇന്ന് സഭാജീവിതത്തിലും വിശ്വാസികളുടെ ജീവിതത്തിലും ഒക്കെ വരുന്ന വലിയൊരു അപകടം എന്തെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ഒരു പ്രാണസ്നേഹിതനായിട്ടൊരു വ്യക്തിയായിട്ട് മനസ്സിലാക്കുന്നതിൽ, അംഗീകരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചിന്തയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പ്രതീകങ്ങളിലൂടെയാണ് ആത്മാവിനെ അവതരിപ്പിക്കുന്നത്. പ്രാവെന്നും ജലമെന്നും അഗ്നിയെന്നും ഒക്കെ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്നത് വഴി വന്നു ചേർന്ന ഒരു വലിയ അപകടം, ഈ പരിശുദ്ധാത്മാവിനെ പ്രാവും ജലവും അഗ്നിയുമൊക്കെയുമായി നമ്മുടെ ചിന്തയിലും ഭാവനയിലും ഇടം പിടിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വസ്തുവായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയി എന്നുള്ളൊരു അപകടമാണ് നമുക്ക് വന്നത്. ആത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ള തിരിച്ചറിവാണ്. വിശ്വാസികളുമായി നിരന്തരം ആത്മബന്ധത്തിലേർപ്പെടാൻ ആഗ്രഹിക്കുന്ന ജീവനുള്ള ഒരു വ്യക്തിയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുന്ന നിമിഷമാണ് സെഹിയോനിൻ്റെ അഭിഷേകവും മുൾപ്പടർപ്പിൻ്റെ മേൽ നടന്ന അത്ഭുതവും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഈ അഭിഷേകത്തിന് വേണ്ടി തിരുസന്നിധിയിലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്താം. ആകർഷകത്വമൊന്നുമില്ലാത്ത പരാജയങ്ങളും കഷ്ടതകളും കണ്ണുനീരും നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ ഒരാശ്ചര്യ വിഷയമാക്കി മാറ്റാൻ, സ്നേഹയോഗ്യമാക്കി മാറ്റാൻ, ഒരത്ഭുതത്തിൻ്റെ വിഷയമാക്കി മാറ്റാൻ, മുൾപ്പടർപ്പ് കണക്കുള്ള മനുഷ്യരെ സൗഖ്യത്തിൻ്റെ കൃപയിലേക്ക് ഉണർത്താൻ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറ്റും. വിശ്വസിക്കാം. നമുക്ക് ചേർന്ന് പരിശുദ്ധാത്മാവിനെ, നിത്യസഹായനെ വാഗ്ദാനം ചെയ്ത ദിവ്യകാരുണ്യ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി ലോകത്തെങ്ങും ഈ സമയം തിരുസന്നിധിയിൽ ഈ ആരാധനയിൽ, ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളോടും ചേർന്ന്, കർത്താവേ, തിരുസന്നിധിയിലായിരിക്കുന്ന ഉൾപ്പടർപ്പ് കണക്കെയുള്ള സകല ജീവിതങ്ങളുടെ മേലും അഭിഷേകത്തിന്റെ അഗ്നി വർഷിക്കണമേ എന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു പാടാം. യേശുവേ, കർത്താവിനെ ചേർന്ന് ആരാധിച്ചു. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആമേൻ. യേശുവേ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ചേർന്ന് പാടാം. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഹല്ലേലൂയ.
ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. കൂട്ടായ്മയോട് ചേർന്ന് കരങ്ങൾ ഉയർത്തിയൊന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവിക വാഗ്ദാനങ്ങളുടെ പൂർണ്ണതയായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉൾപ്പടർപ്പുകളെ അനുഗ്രഹീതമാക്കുന്ന, ആശ്ചര്യ വിഷയമാക്കുന്ന ദൈവത്തിന്റെ അഗ്നി ഈ കൂട്ടായ്മയിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക് ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവെ ആരാധിക്കുന്നു. ഓ രക്ഷകനായ ദൈവമേ മഹത്വപ്പെടുത്തുന്നു. ആബ്ബാ പിതാവെ ആരാധിക്കുന്നു. ഓ ദൈവമേ, അങ്ങയുടെ ആത്മാവിന്റെ വലിയൊരു അഭിഷേകം, ഒരു വലിയ ജ്വലനം എല്ലാ ഹൃദയങ്ങളിലേക്ക് നൽകണമേ. ഉൾപ്പടർപ്പ് കണക്കെ സ്നേഹം നഷ്ടപ്പെട്ടു പോയ മുറിവേറ്റ മനുഷ്യരിലേക്ക്, വേദനയുടെയും പരാജയത്തിന്റെ മനുഷ്യരിലേക്ക് ഓ ദൈവമേ ആത്മാവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന മഹത്വപ്പെടുത്തുന്നു. ചേർന്ന് പാടാം. വലിയ സന്തോഷത്തോടെ യെശയ്യായുടെ പ്രവചനം 10-ാം അധ്യായം 17-ാം തിരുവചനം നമ്മളോട് അരുളി ചെയ്യുന്നത് പോലെ ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ജ്വലിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായി ജ്വലിക്കട്ടെ. തകർന്ന കുടുംബ ബന്ധങ്ങളിലേക്ക് യേശുവേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പരസ്പര സ്നേഹം നഷ്ടപ്പെട്ടു പോയ ദാമ്പത്യ ബന്ധങ്ങളെ സമർപ്പിക്കുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധ അങ്ങയുടെ പ്രകാശം ഒരു അഗ്നിയായി അവിടെ ജ്വലിക്കട്ടെ. ഹൃദയം തകർന്നുപോയ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പ്രകാശം അഗ്നിയായി ജ്വലിക്കട്ടെ. രോഗാവസ്ഥയിൽ വേദനിക്കുന്ന, മനസ്സ് തകർന്ന, സഹിക്കാനുള്ള ശക്തികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ അഗ്നി അവരിൽ ജ്വലിക്കട്ടെ. വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജോലികൾ നഷ്ടപ്പെട്ട, കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത വിധം പ്രയാസപ്പെടുന്ന നിരാശരായ മനുഷ്യരിലേക്ക് ദൈവമേ അങ്ങയുടെ അഗ്നി ജ്വലിക്കട്ടെ. പുതിയൊരു കൃപയും പുതിയൊരു ശക്തിയും അവരിൽ നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഒരു പ്രാണസ്നേഹിതനായി മനസ്സിലാക്കാൻ, ആത്മസ്നേഹിതനായി മനസ്സിലാക്കാൻ, ജീവിതത്തിൻ്റെ അരിഷിതാവസ്ഥകളിൽ, സംശയിക്കുന്ന നിമിഷങ്ങളിൽ ആത്മാവിൻ്റെ മൃദുമന്ത്രണ ശ്രവിക്കാൻ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ നിത്യസഹായം അനുഭവിച്ചറിയാൻ ഓരോ ഹൃദയങ്ങളെയും അങ്ങ് ഒരുക്കണമേ. പത്രോസ്ലിഹായിലൂടെ അരുളി ചെയ്ത ഈ വാഗ്ദാനത്തെ ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ പക്കലേക്ക് വിളിക്കുന്ന സകലർക്കും ലഭിക്കും. യേശുവേ, ഈ വാഗ്ദാനം ഞങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ നിത്യസഹായകൻ്റെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ, സ്വർഗത്തിൻ്റെ അഗ്നിയുടെ ജ്വലനം ഞങ്ങൾ തിരിച്ചറിയട്ടെ. കർത്താവെ, ചേർന്ന് ഒരിക്കൽ കൂടി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു.
ലോകമെങ്ങുമുള്ള തിരുസഭയോട് ചേർന്ന് എല്ലാ ആത്മീയ ശുശ്രൂഷകളോടും ചേർന്ന് കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ഇടയിലെ അങ്ങയുടെ കൃപ ആവശ്യമുള്ള ഓരോ വ്യക്തികളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങ് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഓ ഇസ്രായേലിന്റെ പരിശുദ്ധ, അങ്ങയുടെ പ്രകാശം അഗ്നിയായി ഇറങ്ങി വരട്ടെ. ഓ ദൈവമേ, അങ്ങയുടെ ജ്വാല ഞങ്ങളുടെ മുൾപ്പടർപ്പുകളെ, ഞങ്ങളുടെ പരാജയങ്ങളെ, കഷ്ടതകളുടെ മേൽ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൾപ്പിടപ്പ് കണക്ക് നിൽക്കുന്ന എല്ലാ ഹൃദയങ്ങളിലേക്കും ഈ നിമിഷ സ്വർഗത്തിന്റെ സമാധാനം, സ്വർഗത്തിന്റെ അഭിഷേകം, വലിയ സന്തോഷം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 കൃപ വേണമപ്പാ, ആമേൻ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. ദാഹത്തോട് ചേർന്ന് പാടാം. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. എല്ലാവരും ചേർന്ന് കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. കരങ്ങൾ കൂപ്പി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.